ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ ആ നമ്പർ മറ്റൊരു നമ്പർ ഡിവിസിബിൾ ആണെന്ന് പറയാൻ കഴിയും. അതായത് റിമൈൻഡർ 0 ആയിട്ട് കിട്ടുവാണെങ്കിൽ ഒരു നമ്പർ മറ്റൊരു നമ്പറിൽ ഡിവിസിബിൾ ആണെന്ന് പറയാൻ കഴിയും. റിമൈൻഡർ 0 ആയാലാണ് നമുക്ക് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയാം. ഇനി ഇവിടെ കുറച്ച് ഡിവിസിബിലിറ്റി ടെസ്റ്റ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് പെട്ടെന്ന് ഡിവിഷൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇപ്പോൾ ഡിവിസിബിലിറ്റി ബൈ 2. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 ഇഫ് ഇറ്റ് ഹാസ് 0, 2, 4, 6 or 8 at its ones place. അതായത് ഇപ്പോൾ 2 ഡിവിസിബിൾ ആണ്, ഒരു നമ്പർ തന്നാൽ അത് 2 ഡിവിസിബിൾ ആണ് എന്ന് അറിയണമെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസ് നോക്കുക, അല്ലെങ്കിൽ വൺസ് പ്ലേസ് നോക്കുക. വൺസിന്റെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്ലേസ് വരും. ഇപ്പൊ ഇവിടെ വൺസിന്റെ പ്ലേസ് എന്താണ്? 6 ആണ്. വൺസിന്റെ പ്ലേസ് ഇതുപോലെ ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ 0, ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ 0, അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇതെല്ലാം. അപ്പോ ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ 0 ആണ് വരുന്നതെങ്കിൽ എന്ത് പറയാം? ആ നമ്പർ 2 ഡിവിസിബിൾ ആണെന്ന് പറയാം. ഇവിടെ 6 ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇത് 2 ഡിവിസിബിൾ ആണ്. ഓക്കെ, അടുത്ത നമ്പർ ഇവിടെ നോക്കുക. 3 ആണ് വന്നിരിക്കുന്നത്. 3 ഈവൻ നമ്പർ ആണോ? അല്ല. 0യും അല്ല ഈവൻ നമ്പറും അല്ല എങ്കിൽ 2 ഡിവിസിബിൾ അല്ല എന്ന് പറയാം. അപ്പൊ ഈ നമ്പർ 2 ഡിവിസിബിൾ അല്ല. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഇത് ചെക്ക് ചെയ്യാം. 241 ഈവൻ നമ്പർ അല്ല, അതുകൊണ്ട് 2 ഡിവിസിബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2 ബിക്കോസ് ഇറ്റ് ഹാസ് 2 ഇൻ ഇറ്റ്സ് യൂണിറ്റ് പ്ലേസ് ഓർ വൺസ് പ്ലേസ്. ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2. കാരണം എന്താ? 2 ആണ് വൺസ് പ്ലേസിൽ. 6 ഈവൻ നമ്പർ ആണ്, അതുകൊണ്ട് ഡിവിസിബിൾ ആണ്. ഇവിടെ ഓഡ് നമ്പർ ആണ്, അപ്പൊ ഇവിടെ ഈ നമ്പർ 2 ഡിവിസിബിൾ അല്ല. ഈ നമ്പർ 2 ഡിവിസിബിൾ അല്ല. ദെൻ 0 ആയതുകൊണ്ട് ഡിവിസിബിൾ ആണ്. 0 ഡിവിസിബിൾ ആണ്. 2 ആണ്, അതുകൊണ്ട് ഈ നമ്പറും ഡിവിസിബിൾ ആണ്. 8 ഈവൻ നമ്പർ ആണ്, ഇവിടെ ഡിവിസിബിൾ ആണ്. 0 വന്നാലും ഡിവിസിബിൾ ആണ്. 241ഉം 41,323, കാരണം അതിന്റെ വൺസിന്റെ പ്ലേസ് ഈവൻ നമ്പറും അല്ല 0യും അല്ല, അതുകൊണ്ട് ഈ രണ്ട് നമ്പേഴ്സും 2 ഡിവിസിബിൾ അല്ല. ഡിവിസിബിലിറ്റി ബൈ 5. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 if it has 0 or 5 at its ones place. 0യോ 5ഓ ആണ് വൺസിന്റെ പ്ലേസിലെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ 5 ഡിവിസിബിൾ ആണ്. ഇപ്പൊ ഇവിടെ 265 ആണ് തന്നിരിക്കുന്നത്. ഈ 65 265 5 ആണ് വൺസിന്റെ പ്ലേസിൽ. 5ഓ 0യോ ആണെങ്കിൽ 5 ഡിവിസിബിൾ ആണ്. അപ്പോൾ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5. ഇതോ? ഇതിന്റെ യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ വൺസിന്റെ പ്ലേസിൽ 0യും അല്ല 1ഉം 5ഉം അല്ല. ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ 0യും 5ഉം അല്ലാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. ഫോർ എക്സാമ്പിൾ 83,475. Here the number 5 is ones place. So it is divisible by 5. It is not divisible by 5. കാരണം 0യും 5ഉം അതിന്റെ യൂണിറ്റ് പ്ലേസിലില്ല. ഇവിടെ ഡിവിസിബിൾ ആണ്, കാരണം 5 ആണ്. ഡിവിസിബിൾ അല്ല, കാരണം 0യും അല്ല 5ഉം അല്ല. 3 ഡിവിസിബിൾ അല്ല. ദെൻ 2ഉം ഡിവിസിബിൾ അല്ല. 0യും 5ഉം വന്നാൽ മാത്രമാണ് ആ നമ്പർ ഡിവിസിബിൾ ആവുള്ളൂ. ഇവിടെ ഡിവിസിബിൾ ആണ്, ഇവിടെ ഡിവിസിബിൾ അല്ല. 2 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഡിവിസിബിൾ ആണ് 5 ഉള്ളത് കൊണ്ട്. ഇവിടെ 0 ആണ്, അതുകൊണ്ട് ഇതും ഡിവിസിബിൾ ആണ്. ഇത് ഡിവിസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ 5ഉം 0യും വരുന്നത് മാത്രമാണ് ഡിവിസിബിൾ ആവുള്ളൂ. Then next one, divisibility by 10. A number is divisible by 10 if it has 0 at its units place. അതായത് വൺസിന്റെ പ്ലേസിൽ 0 ആണെങ്കിൽ, വൺസിന്റെ പ്ലേസിൽ അതായത് ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ മാത്രമാണ് 10 ഡിവിസിബിൾ ആവുള്ളൂ. അപ്പോൾ 10 ഡിവിസിബിൾ ആവണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 ആണ് വൺസിന്റെ പ്ലേസിൽ. അപ്പൊ ഇത് ഡിവിസിബിൾ ആണോ? അല്ല. ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 10. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെ ഡിവിസിബിൾ ആകും? യൂണിറ്റ് പ്ലേസ് നോക്കുക. ലാസ്റ്റ് പ്ലേസ് 0 നോക്കിയാൽ മതി. ലാസ്റ്റ് പ്ലേസ് 0 നോക്കുമ്പോൾ ഇത് ഡിവിസിബിൾ ആണ്, ഇത് ഡിവിസിബിൾ ആണ്, ഇത് ഡിവിസിബിൾ ആണ്, ഇത് ഡിവിസിബിൾ ആണ്, ഇത് ഡിവിസിബിൾ ആണ്. ബാക്കിയുള്ളതൊന്നും ഡിവിസിബിൾ അല്ല. കാരണം എന്താ? യൂണിറ്റ് പ്ലേസിൽ 0 അല്ല.
ഈ നമ്പേഴ്സിന്റെ ഒന്നും യൂണിറ്റ് പ്ലേസിൽ 0 വരുന്നില്ല. 0 വരുന്നത് മാത്രമാണ് ഡിവിസിബിൾ ആവുള്ളൂ. അപ്പോൾ 2ന്റെ ഡിവിസിബിലിറ്റി റൂള് 0യോ ഈവൻ നമ്പേഴ്സോ ആയിരിക്കണം വൺസിന്റെ പ്ലേസിൽ. വൺസിന്റെ പ്ലേസിൽ 0യും ഈവൻ നമ്പേഴ്സും ആയിരിക്കും. 5ന്റെ ആണെങ്കിൽ 0യും 5ഉം ആയിരിക്കണം. 0യും 5ഉം ആണ് യൂണിറ്റ് പ്ലേസിൽ വരേണ്ടത്. വൺസിന്റെ പ്ലേസിൽ 0യും 5ഉം ആയിരിക്കണം. 10ലെ ഡിവിസിബിലിറ്റി ആണെങ്കിൽ ലാസ്റ്റ് പ്ലേസ് 0, വൺസിന്റെ പ്ലേസിൽ 0 ആയിരിക്കണം. സ്റ്റഡി ദി ഫാക്ടേഴ്സ്. Let us find the factors of 80. 80യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ 18 ഏതൊക്കെ ടേബിളിലാണ് ഉള്ളതെന്ന് ആദ്യം തന്നെ നോക്കാം. 18 കിട്ടുന്നത് 2ന്റെ ടേബിളിൽ എപ്പോഴാണ് 18 കിട്ടുന്നത്? ആദ്യം തന്നെ 118s are 18 ആണ്. 118 are 18. Then 2ന്റെ ടേബിളിൽ 2 9s are 18 ആണ്. പിന്നെ കിട്ടുന്നതോ 3 6. 3യുടെ ടേബിളിൽ 3 6 are 18 ആണ്. ഇനി 4ന്റെ ടേബിളുണ്ടോ? ഇല്ല, വേറെ ടേബിളിലൊന്നും ഇല്ല. അപ്പൊ 2ന്റെ ടേബിളിലും 3യുടെ ടേബിളിലും ഉണ്ട്, പിന്നെ 1ന്റെ ടേബിളിലും ഉണ്ട്. അങ്ങനെയല്ലേ കിട്ടിയത്? അപ്പോൾ 118s are 18, 2 9s are 18, 3 6 are 18. ഇതെല്ലാം മൾട്ടിപ്പിൾസ് ആണ്. 18 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. ഇനി ഇതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഫാക്ടേഴ്സ് ഓഫ് 18. 18ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഈ ഓരോ നമ്പേഴ്സും 1 2 3 6 9 18 ഇതെല്ലാം 18ന്റെ ഫാക്ടേഴ്സ് ആണ്. 6 9 18 ഈ ഓരോ നമ്പേഴ്സും 18ന്റെ ഫാക്ടേഴ്സ് ആണ്. Then 16ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 16 1 16 are 16. Then next one 2. 2ന്റെ ടേബിളിൽ നോക്കാം. 8 2s are 16. Then 3യുടെ ടേബിളിൽ ഇല്ല. 4ന്റെ ടേബിളിൽ 4 4s are 16. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 16ന്റെ ഫാക്ടേഴ്സ് ഓഫ് 16 1 2 4 8 16. These are the factors of 16. ഫാക്ടേഴ്സ് ഓഫ് 15. 15ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. 1 into 50. Then 15 2ൽ ഡിവിസിബിൾ ആണോ? അല്ല. ഇനി 3ൽ നോക്കാം. 3ൽ 3 5s are 15. ഫാക്ടേഴ്സ് ആർ 1 3 5 1 3 5 and 15. Factors of 36 are 36 is divisible by 2. So 36 is divisible by 2. Last digit is even number, so it is divisible by 2. 3 minus 2 1 16. 8 2s are 16. Then 18. 2 into 18. Here we write 2 into 18 36. Then this number is divisible by 3. So 12. 3 into 12 is 36. Then it is divisible by 9. 9 4s are 36. Then 6 6 are 36. Then 1 36 are 36. So the factors of 36 are 1 2 3 4 6 12 18 36 9
So the factors are 1, 36, 6, 4, 9, 3, 12, 18, 2. These are the factors of 36. Factors of 35. 1 into 35, then 7 5s are 35. So the factors are 1, 7, 5, 35. These are the factors of 35. Find whether the first number is a factor of the second number. First one second number ന്റെ factor ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. 81 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ ആ നമ്പർ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ 81ൻ്റെ ഫാക്ടർ ആണോ 3 എന്ന് നോക്കണം. 81 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. 81 ഡിവൈഡഡ് ബൈ 3. 3 2s are 6. 8 minus 6 2. 21. 7 3s are 21. So remainder is 0. So it is a factor. 3 is a factor of the number 81. So the first number is a factor of the second number 81. That is 3 is a factor of 81. The next 5 1 1 5. നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചു. എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആണെങ്കിൽ 5ൽ ഡിവിസിബിൾ ആണെന്ന്. അപ്പോൾ 5ൽ ഡിവിസിബിൾ ആണെങ്കിൽ ഇവിടെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ ഇതിൻ്റെ ആൻസർ പറയാൻ കഴിയും. ഇതിൻ്റെ ആൻസർ എന്താണ്? യെസ്, ദി ഫസ്റ്റ് നമ്പർ ഈസ് factor of the second number. 5 is the factor of 150. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ കഴിയും. ഇനി ഇവിടെ 123 6ൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. റിമൈൻഡർ 0 കിട്ടണം. റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ ഡിവിസിബിൾ ആണ്. 6 2s are 12. ദെൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 3. റിമൈൻഡർ 3 കിട്ടുന്നു. അപ്പോൾ ഇത് ആൻസർ നോ എന്നാണ്. ഇത് രണ്ടും യെസ് ആയിട്ട് വരും. ഇതിൻ്റെ ആൻസർ നോ. ദി ഫസ്റ്റ് നമ്പർ ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ദി സെക്കൻഡ് നമ്പർ. 123യുടെ ഫാക്ടർ അല്ല 6. റിമൈൻഡർ 0 കിട്ടുന്നില്ല. ഓക്കെ, ഇനി 200 ഡിവൈഡഡ് ബൈ 8. ലാസ്റ്റ് നമ്പർ 0 ആണെങ്കിൽ നമുക്കറിയാം ഡിവിസിബിലിറ്റി ടെസ്റ്റ് അറിയാം. ലാസ്റ്റ് നമ്പർ 0 5 ആണെങ്കിൽ 5ൽ ഡിവിസിബിൾ ആണ്. ലാസ്റ്റ് നമ്പർ 0 ആണെങ്കിൽ 10ൽ ഡിവിസിബിൾ ആണ്. പിന്നെ ലാസ്റ്റ് നമ്പർ 0 ആണെങ്കിൽ 2ലും ഡിവിസിബിൾ ആണ്. പക്ഷേ ഇവിടെ നമ്പർ തന്നിരിക്കുന്നത് 8 ആണ്. ഈ 0 വന്നാൽ ഒന്നില്ലെങ്കിൽ 2ൽ ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 5ൽ ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 10ൽ ഡിവിസിബിൾ ആണ്. ഈ നമ്പർ ഒന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ 8ൽ 200 ഡിവിസിബിൾ അല്ല എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോ എന്നായിരിക്കും. അടുത്തത് 0യും ഇതുപോലെ തന്നെയാണ്. 5ൽ ഡിവിസിബിൾ ആണ്, 2ൽ ഡിവിസിബിൾ ആണ്, 10ലും ഡിവിസിബിൾ ആണ്. 2ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട് 0യോ ഈവൻ നമ്പേഴ്സോ ആണെങ്കിൽ 2ൽ ഡിവിസിബിൾ ആണ്. 5ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്താ? 0യും 5ഉം ആണെങ്കിൽ 5ൽ ഡിവിസിബിൾ ആണ്. പിന്നെ 10ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം യൂണിറ്റ് പ്ലേസിൽ. അപ്പോൾ ഇത് ഒന്നും അല്ല, ഇവിടെ കിടക്കുന്നത് 7 ആണ്. അപ്പോൾ 7ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് റിമൈൻഡർ 0 കിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ്ലി അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ആൻസർ നോ ആയിരിക്കും. അടുത്തത് 9 524 ആണ്. 9ഉം 524ഉം 524 divisible by 9. ഇവിടെ ഒരു ഡിജിറ്റ് എടുക്കാൻ പറ്റില്ല, ചെറിയ നമ്പറാണ്. അതുകൊണ്ട് 2 ഡിജിറ്റ് എടുക്കുക, 52 എടുക്കുക. 9 5s are 45. 9 5s are 45. Then subtract the number. 12 minus 5. 7. Then 4 minus 4 0 വരും.
then 74 ഇല്ല. 8 9s are 72 ആണ്. 4 minus 2 2. സോ റിമൈൻഡർ ഇവിടെ 2 വരുന്നു, അതുകൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ ഡിവിസിബിൾ അല്ല എന്നാണെങ്കിൽ ഇവിടെ എന്താണ്? ഡിവിസിബിൾ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ദിസ് സെക്കൻഡ് നമ്പർ. സോ 524ൻ്റെ ഫാക്ടർ അല്ല 9. ഓക്കെ, 9 എന്ന് പറയുന്നത് 524ൻ്റെ ഫാക്ടർ അല്ല എന്നാണ് കിട്ടുന്നത്. ഇവിടെ ആൻസർ നോ എന്നാണ്. നെക്സ്റ്റ് വൺ, പ്രോപ്പർട്ടീസ് ഓഫ് ഫാക്ടേഴ്സ്. എവരി നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ നമ്പറും ആ നമ്പറിൻ്റെ തന്നെ ഫാക്ടർ ആയിരിക്കും. അതായത് 12ൻ്റെ ഫാക്ടേഴ്സ് എഴുതാണ്. 1 12s are 12, 6 2s are 12, 4 3s are 12. ഫാക്ടേഴ്സ് ഓഫ് 12 ഏതൊക്കെ നമ്പറാണ് 12ൻ്റെ ഫാക്ടേഴ്സ്? 1 2 3 4 6 12. ഇത്രയും നമ്പേഴ്സാണ് 12ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എവരി നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ 12ൻ്റെ ഫാക്ടറായിട്ട് 12 തന്നെ വന്നിട്ടുണ്ട്. അതിനെയാണ് പറയുന്നത് എവരി നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് ഇറ്റ് സെൽഫ്. 12ൻ്റെ ഫാക്ടറായിട്ട് 12 തന്നെ വരുന്നു. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 8ൻ്റെ ഫാക്ടറായിട്ട് 8 തന്നെ വരുന്നു. 45ൻ്റെ ഫാക്ടറായിട്ട് 45 തന്നെ വരുന്നു. അതായത് 1 ഇൻറ്റു ആ നമ്പർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ 8 ഡിവൈഡ് ബൈ 8 1. അപ്പോൾ ആ നമ്പർ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ നമ്പർ അതിൻ്റെ ഫാക്ടറായിട്ട് തന്നെ വരും. അപ്പോൾ 12ൻ്റെ ഫാക്ടർ 12 തന്നെയാണ്. 45ൻ്റെ ഫാക്ടറായിട്ട് 45 തന്നെ വരും. 8ൻ്റെ ഫാക്ടറായിട്ട് 8 തന്നെ വരും. ഇനി അടുത്തത് 1 ഈസ് എ ഫാക്ടർ ഓഫ് എവരി നമ്പർ. 1 എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സിൻ്റെ ഫാക്ടറാണ്. നമ്മൾ എല്ലാ നമ്പേഴ്സിലും കണ്ടു 6 ഇൻറ്റു 1 എന്ന് എഴുതും. അതുപോലെ ആ നമ്പറിനെ തന്നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാത്തിലും എഴുതും. അപ്പോൾ ഇവിടെ അതിൽ 12ൻ്റെ നോക്കുക, 1 ഇൻറ്റു 12 വരും. നമ്മളിപ്പോൾ എഴുതിയ ഫാക്ടേഴ്സിലെല്ലാം 1 ഇൻറ്റു ആ നമ്പർ എഴുതുന്നുണ്ട്. അതാണ് 1 ഈസ് എ ഫാക്ടർ ഓഫ് എവരി നമ്പർ. 1 എല്ലാ നമ്പേഴ്സിൻ്റെയും ഫാക്ടറായിട്ട് എഴുതാം. അതുപോലെ എല്ലാ നമ്പേഴ്സും ആ നമ്പറിൻ്റെ തന്നെ ഫാക്ടറായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണത്. നെക്സ്റ്റ് വൺ, ദി ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ഓഫ് എ നമ്പർ ഈസ് ദി നമ്പർ ഇറ്റ് സെൽഫ്. The smallest factor of a number is 1. This is factors of 24. The factors of 24 are 1, 24, 2, 12, 3, 8, 4, 6. These are the factors of 24. Which is the greatest factor? 24. Greatest factor is the number itself. ഗ്രേറ്റസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 24ൻ്റെ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. ഇനി ഈ 24ൻ്റെ തന്നെ സ്മോളസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഏതാ? സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? ഇതിനകത്ത് 1 തന്നെ. അപ്പോൾ 1 ആണ് സ്മോളസ്റ്റ് നമ്പർ. ഗ്രേറ്റസ്റ്റ് നമ്പർ 24. ആ നമ്പർ തന്നെയായിരിക്കും ഗ്രേറ്റസ്റ്റ് നമ്പർ. അപ്പോൾ ഒരു ഫാക്ടറിന്റെ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ ആ നമ്പർ തന്നെയായിരിക്കും. സ്മോളസ്റ്റ് ഫാക്ടർ 1 ആയിരിക്കും. ഓക്കെ, ഹിയർ ഫാക്ടേഴ്സ് ഓഫ് 24 are these. The smallest factor of 24 is 1 and the greatest factor of 24 is 24. That is same for every numbers. The greatest factor is the number itself and the smallest factor is 1. Next one, every number is a factor of 0. എല്ലാ നമ്പേഴ്സും സീറോയുടെ ഫാക്ടേഴ്സ് ആണ്. കാരണം ഏത് നമ്പറിനെ 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് തന്നെ കിട്ടും? 0 തന്നെയാണ് കിട്ടുന്നത്. എവരി നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് 0. എല്ലാ നമ്പേഴ്സും സീറോയുടെ ഫാക്ടേഴ്സ് ആണ്. ഫാക്ടർ ട്രീ. Factor trees are the diagrams which gives information about the factors of numbers. There is another way to find out the factors of the number. Tree diagram. It is look like a tree. So 28. How to draw the tree diagram of 28? 28. Here 28 is divisible by 2 because 8 is in ones place. 8 is in ones place. So 28 is divided by 2.
subtract the number, then 8. 4 2s are 8, subtract the number, we get 0. So 14 into 2 is 28. So here we write 14 into 2. So we write the numbers here. 28 is 14 into 2. ഇവിടെ 28 ഒരു സർക്കിളിൽ വരയ്ക്കാം. എന്നിട്ട് അതിൽ നിന്ന് 2 ബ്രാഞ്ചസ് വരയ്ക്കാം. എന്നിട്ട് ഓരോ സർക്കിളിലും എന്ത് മാർക്ക് ചെയ്യണം? 14ഉം 2ഉം മാർക്ക് ചെയ്യുക. 14ഉം 2ഉം മാർക്ക് ചെയ്യാം. ഇനി 2 ഇനി ഡിവിസിബിൾ അല്ല, അതവിടെ നിർത്താം. ഇനി 14 ഏത് നമ്പറിലാണ് ഡിവിസിബിൾ ആവുക? 14 ഏത് ടേബിളിലാണ് കിട്ടുന്നതെന്നൊന്ന് നോക്കിയും. 14 ഏത് ടേബിളിലാണ് ഉള്ളതെന്ന്? 7 2s are 14 അല്ലേ? 7 2s are 14. ഇനി ഈ 2 നമ്പേഴ്സും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 7 2 2 എന്ന് കിട്ടി. അപ്പോൾ 28ൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. ഇങ്ങനെ എഴുതാൻ കഴിയും. വേറൊരു എക്സാമ്പിൾ നോക്കാം. 30 എങ്ങനെ വരയ്ക്കാം? 30 10 into 3 is 30. 10 into 3 is 30. Then 10 divided into 10. 5 2s are 10. 5 2s are 10. ഈ നമ്പേഴ്സിനൊന്നും ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 5 2 3. അപ്പോൾ 30ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 5 ഇൻറ്റു 2 ഇൻറ്റു 3. ഇതിനൊന്നും ബ്രാഞ്ചസ് ഇല്ല, ആ നമ്പേഴ്സാണ് എടുത്തെഴുതുന്നത്. 5 ഇൻറ്റു 2 ഇൻറ്റു 3. ഇവിടെ 10 എഴുതേണ്ട കാര്യമില്ല. 10നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട് 5ഉം 2ഉം. അപ്പോൾ 5 2s are 10 ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ 5ഉം 2ഉം 3യും എടുത്തെഴുതുക ഫാക്ടേഴ്സായിട്ട്. നെക്സ്റ്റ് വൺ 35. 35 5ൻ്റെ ഡിവിസിബിൾ ആണ്. 5ൻ്റെ ടേബിളിൽ 35 ഉണ്ടല്ലോ. 7 5s are 35. ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 7 ഇൻറ്റു 5. ഇതിൻ്റെ ഫാക്ടേഴ്സ് 7 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇനി വേറൊരു നമ്പർ 18. 18 എങ്ങനെ എഴുതാം? 9 2s are 18. 9 2s are 18. Then 9 ഏത് നമ്പറിലാണ് ഡിവിസിബിൾ ആയിട്ടുള്ള? 3ൽ. എങ്ങനെയാണ് കിട്ടുക? 3 3s are 9. ഓക്കെ, 3 3s are 9. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാം. 18 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 ഇൻറ്റു 2. നെക്സ്റ്റ് വൺ 36. 36 6 6 are 36. Then 6നെ വീണ്ടും വരയ്ക്കാം. 3 2s are 6. ഇവിടെയും അതുപോലെ തന്നെ 3 2s are 6. 3 2s are 6. So we write the factors. 36 is equal to 3 into 2 into 3 into 2. Next one 18. 18 10 into 8. 10 into 8 80. Then 10നെ ഡിവൈഡ് ചെയ്യാലോ. എങ്ങനെ ബ്രാഞ്ചസ് ആക്കി എഴുതാം? 5 2s are 10. 5 into 2 10. 5 into 2 10. Then 8 ഏത് ടേബിളിലാണ്? 2ൻ്റെ ടേബിളിലുണ്ട്. എത്ര ടൈംസ് ആണുള്ളത്? 4 2s are 8. ഇനി 5ഉം 2ഉം ഡിവിസിബിൾ അല്ല. ഇതോ 4. 2 2s are 4. അപ്പോൾ ഇത്രയും ബ്രാഞ്ചസ് ആണുള്ളത് 18. അപ്പോൾ 18 എങ്ങനെ എഴുതാം? 18 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ 18 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 into. So this is the answer. 50. 5
3s are 15. 5 3s are 15. അത്രേ ഉള്ളൂ. അപ്പോൾ 15ൻ്റെ ഫാക്ടേഴ്സ് 5 into 3. നെക്സ്റ്റ് നമ്പർ 16. 8 2s are 16. ഇനി 8ന് ബ്രാഞ്ചസ് വരയ്ക്കാം. 4 2s are 8. ഇനി 4ന് 2 ബ്രാഞ്ചസ് വരയ്ക്കാം. 2 2s are 4. 2 2s are 4. So the factors of 16, 2 into 2 into 2 into 2.